ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല എളുപ്പത്തിൽ കടച്ചക്കയും ചെമ്മീനും തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പി ചെയ്ത് നോക്കാം. അതിനാദ്യം ചെമ്മീൻ മഞ്ഞളും ഉപ്പിട്ട് വേവിക്കാൻ വെക്കണം. അല്പം നേരം കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കടച്ചക്കയുടെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ ഒന്ന് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടംപുളിയാണ്. ഒരു 3 കഷ്ണം കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പില, ഒരു ചെറിയ ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് ഒരു പാനിൽ ഒരു അരമുറി തേങ്ങ ചിരകിയതും അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 3 ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇത് ഒരു കളറ് മാറി ഒരു ബ്രൗൺ നിറം ആവണം വരെ നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിങ്ങനെ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 4 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും കൂടാതെ ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നല്ലൊരു മണം വരും, നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനും. ഇനി ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാൻ ചൂടാറാൻ. ഇപ്പോൾ നമ്മുടെ കടച്ചക്കയും ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നു. ഇതിലേക്ക് ഈ വറുത്തരച്ച് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചേർത്ത് അരച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി എല്ലാം കൂടി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് താളിക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, ഉള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, വറ്റൽമുളക് ഇട്ട് ഇതിനെ നമ്മൾ താളിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.